എപ്പോൾ നോക്കിയാലും വീടിൻ്റെ മുറ്റത്ത് ചെടി നടുന്നു, ഡെക്കറേറ്റ് ചെയ്യുന്നു, പന്തലിടുന്നു, ഇതൊക്കെ തന്നെയാണ് പരിപാടി. എന്നാൽ വല്ലപ്പോഴെങ്കിലും ഞങ്ങളുടെ മുറ്റമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് തന്നൂടെ എന്ന മട്ടിൽ നമ്മുടെ കോഴികൾ ഇരിക്കുന്നുണ്ടോ. എന്നാൽ പിന്നെ ഇന്നത്തെ ഡെക്കറേഷൻ നമുക്ക് അവിടെ തന്നെ ആവാമെന്ന് വിചാരിച്ചു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊന്നും അല്ല കാര്യം. എനിക്ക് കുറച്ച് കട്ടകളുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഗേറ്റിൻ്റെ മുന്നിലത്തെ മണ്ണൊക്കെ ഒലിച്ചു പോയ സമയത്ത് ഇവിടെ അത്യാവശ്യം നന്നായിട്ടൊരു കുഴിയുണ്ട്. അവിടെ കൂടെയാണ് ഞാൻ എപ്പോഴും വെള്ളം ഒഴിക്കാനൊക്കെ ഇറങ്ങുന്നത്. എങ്ങാനും വീണ് കാലൊടിക്കേണ്ടെന്നൊക്കെ വിചാരിച്ച് അവിടെ ഒരു പടി സെറ്റാക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ കല്ലൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഭാഗത്തെ ഗാർഡൻ ടൈൽസ് ഒക്കെ ആണെങ്കിൽ ആദ്യം നമ്മുടെ എലികളുടെ അംഗവും അത് കഴിഞ്ഞ് എൻ്റെ മിനുക്കുമണിയൊക്കെ കൂടെ ആയിട്ട് ആകെ മൊത്തം ഒരു അവിയൽ ലുക്കിലാണ് ഉണ്ടായിരുന്നത്. പണിഞ്ഞ് പകുതി ആയപ്പോഴത്തേക്കാണ് നമ്മുടെ വോട്ട് കാര്യം പറഞ്ഞത്. അടുത്ത് എന്താണോ തള്ള ഇവിടെ പരിപാടി ഒപ്പിക്കുന്നുണ്ടല്ലോ എന്ന മട്ടിൽ ഇവിടെ ഒന്ന് കുറച്ച് നേരം ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയിട്ട് ആൾ പോയിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിൽ സ്വന്തമായിട്ടൊരു കൂടില്ലാത്ത ഒരേ ഒരു ജീവി ഞാനാണ്. അതെൻ്റെ മുൻജന്മ പുണ്യമാണെന്ന മട്ടിലാണ് പുള്ളിക്കാരത്തിയുടെ ഇരിപ്പും നോട്ടവും ഭാവവും ഒക്കെ. എന്തായാലും പുള്ളിക്കാരെ ഓടിപ്പിച്ച് വിട്ടിട്ട് ഞാൻ ഈ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ചെറിയ നടപ്പാത സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോർട്ടേജ് വരുന്ന ഭാഗത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ കുറച്ച് പെബിൾസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവം കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇരിക്കുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഒരു തലവേദനയാണ്. അപ്പോൾ അതിന് ഒരു സൈഡിലോട്ടൊന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ മറു സൈഡിലായിട്ട് കുറച്ച് ഗ്രാസിൻ്റെ ഷീറ്റും ഒക്കെ ഇട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്.